ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡാർക്ക് വെബിലെ ഹിറ്റ്മാൻ ഹയറിംഗ് എന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പറയാം. ശരിക്കും ഇതിൽ ഇങ്ങനത്തെ ഡാർക്ക് വെബ് സൈറ്റ്സുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സൈറ്റുകൾ ഉണ്ട് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ 10ൽ ഒരു സൈറ്റ് മാത്രമായിരിക്കും ട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഭൂരിപക്ഷവും ഫേക്ക് ആയിട്ടായിരിക്കും. നമുക്ക് വിശ്വസിക്കുന്ന പോലെ എല്ലാം അവർ കസ്റ്റമറിൻ്റെ ഇത് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും, എബൌട്ട് എല്ലാം എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഫേക്ക് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് റിയലായിട്ട് കൊല്ലങ്ങളായി നടത്തിക്കൊണ്ട് പോകുന്ന ഡാർക്ക് വെബ് സൈറ്റ്സുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ആരുടെയും മേലെ ദേഷ്യമുണ്ട് ഇല്ല അവരുടെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് പൈസ കൊടുക്കണം. അല്ല, പേയ്മെൻറ്റൊക്കെ ബിറ്റ് കോയിനിലായതുകൊണ്ട് നമ്മുടെ പ്രൈവസിക്ക് ഒരു പ്രശ്നമില്ല. അതുമല്ലാണ്ട് അവർ നമ്മളുടെ ഡീറ്റെയിൽസ് ഒന്നും അതിൽ ചോദിക്കുന്നില്ല. അവർ നമ്മളെ കൊല്ലാൻ പോണ ആളുടെ ആരിൻ്റെ ഡീറ്റെയിൽസാണോ, ആരിനെയാണ് നമുക്ക് കൊല്ലേണ്ടത്, അവരുടെ ഡീറ്റെയിൽസാണ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ഇത്ര ഡ്യൂ ഡേറ്റ് പറയും, ഇത്ര ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കൊല്ലുമെന്ന് പറയും. അപ്പോൾ കൊന്നു കഴിഞ്ഞാൽ അവർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും. അഥവാ നടന്നില്ല 95% പല വെബ്സൈറ്റുകളും ഉറപ്പ് തരുന്നത് 95% ഞങ്ങൾ കൊന്നിരിക്കുമെന്ന്. അപ്പോൾ അഥവാ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പേയ്മെൻറ്റ് റിട്ടേൺ ചെയ്യും എന്നൊക്കെയാണ് അവർ പറയണത്. അത് വിശ്വസിക്കാൻ പറ്റുന്ന സൈറ്റുകൾ ഉണ്ട്, പക്ഷേ ഭൂരിപക്ഷവും ഫേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹിറ്റ്മാൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളൊരു വാടകയ്ക്ക് ഒരു കൊലയാളിനെ ഹയർ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ ഈ ഹിറ്റ്മാൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബേസിൽ ഒരു കഥയുണ്ടായിരുന്നു. അത് ഒരുപാട് കഥയുണ്ട്, പക്ഷേ ഇതാണ് ഇത്തിരി കൂടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനെറ്റിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഈ കഥയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, 2 കുട്ടികളുണ്ടായിരുന്നു. ആ 2 കുട്ടികൾ സ്ഥിരമായിട്ട് ഡാർക്ക് വെബ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അവർ സ്ഥിരമായി ഡാർക്ക് വെബിൽ നിന്ന് ഡ്രഗ്സൊക്കെ വാങ്ങും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ ഹിറ്റ്മാൻ എന്നൊരു സർവീസിനെ കുറിച്ചിട്ട് ഇവർ കേൾക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാവരെയും പോലെ തന്നെ കുട്ടികളായതുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് ട്രസ്റ്റഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ 2 കുട്ടികൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരാൾ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കോൺട്രാക്റ്റ് കൊടുത്തു. എന്നിട്ട് അവർ കൊടുത്ത ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരാൾ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഫേക്കായിട്ട് ഒരാളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവർ ഉണ്ടാക്കി കൊടുത്താണ്. ഇവരെന്ത് ചെയ്യും നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അവർ മെസ്സേജ് അയക്കുകയുണ്ടായി, നിങ്ങൾ ഇങ്ങനെ തന്ന ഡീറ്റെയിൽസിൽ അങ്ങനത്തെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അത് ഫേക്കാണ്, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു റീപ്ലൈ വന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഈ കുട്ടികൾ ആകെ പേടിച്ചു പോയി, ഇനി എന്തെങ്കിലും സീനാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പേടിച്ചു പോയി. പിന്നെ ഒരു ദിവസം ഈ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്ന ടൈമിൽ ഒരു കുട്ടീൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ കാണാനില്ല. അപ്പോൾ ഇവർ പറയണത് ഞങ്ങളുടെ ഈ ഹിറ്റ്മാൻ എന്ന് പറയുന്ന ഹിറ്റ്മാൻ സർവീസിലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ അച്ഛനോ അമ്മനെയും കിടത്തിയിട്ട് പോയി കൊന്നത് എന്നൊക്കെയാണ് ആ കുട്ടി ഇൻ്റർനെറ്റിൽ രേഖപ്പെടുത്തിയതാണിത്. ആ കുട്ടിയാണ് ഡയറക്റ്റ്ലി ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹിറ്റ്മാനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ആരും ഡാർക്ക് വെബ് ഒന്നും കയറി ഇതിലോട്ടൊന്നും പോകാതിരിക്കുക. അതുപോലെയാണ് നിങ്ങൾ ഡാർക്ക് വെബിൽ കയറി ഹിറ്റ്മാൻ അടിച്ചു കൊടുക്കുമ്പോഴേക്കൊന്നും ആ സൈറ്റിലോട്ട് എത്തിപ്പെടില്ല. അതിനായിട്ട് സീക്രട്ട് ലിങ്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് വെബിനെ കുറിച്ച് വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക, ഒരു ലൈക്ക് ഇടുക, പിന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ട് പോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.